നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സബ്ജക്റ്റ് ഈസ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് അല്ലേ. നമുക്കെല്ലാവർക്കും ഓഡിറ്റിംഗ് എന്നുള്ള ടേം അവെയർ ആയിരിക്കും. ബിക്കോസ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് മസ്റ്റാണ്. ബിക്കോസ് നമുക്ക് ടാക്സൊക്കെ ഫയൽ ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓഡിറ്റിംഗ് എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, ഈ ജസ്റ്റ് അതിൻ്റെ മീനിങ്ങും കോൺസെപ്റ്റുകളും മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിൽ മെയിനായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ഓഡിറ്റിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സുകൾ, പിന്നെ ഒബ്ജക്റ്റീവ്സുകൾ, സിഗ്നിഫിക്കൻസ് ഓഫ് ഓഡിറ്റ്, അഡ്വാൻറ്റേജസുകൾ, ഡിസഡ്വാൻറ്റേജസുകൾ, റിലേഷൻ ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആൻഡ് ഇത്രയും മെയിനായിട്ടുള്ള, പിന്നെ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻ്റ് ആയിട്ടുള്ള കുറേ ടേംസുകൾ, ഇതൊക്കെയാണ്. അപ്പോൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഓഡിയോനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടേം അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ഒരു പുതിയ സബ്ജക്റ്റാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ബിക്കോസ് എളുപ്പമാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അവെയർ ആയിരിക്കും, കുറേ കാര്യങ്ങൾ കേട്ടത് കൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഈസി. ഇനി ഞാൻ കാണിച്ചു തരാം ഏതാണ് പോർഷൻസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഈ സ്ക്വയർ ഇട്ട പോർഷൻസ് കണ്ടോ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നോക്കാം. അത് കഴിഞ്ഞിട്ട് മീനിങ്ങിലേക്ക് കിടക്കാം. മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റിങ്, പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്ത് നേരത്തെ ഡീൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സുകൾ, അഡ്വാൻറ്റേജസ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സുകൾ, റിലേഷൻ ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, after studying this lesson you would be able to understand the meaning and concept of auditing, essential features of auditing, significance and objectives of auditing, and advantages and disadvantages of auditing, and relation between bookkeeping, accountancy and auditing. Clear? In introduction section la the development of modern accountancy and the growth of auditing profession in India and in the world as a whole must be seen in the context of enormous expansion of industry and commerce which has taken place since the industrial revolution. While business enterprises were comparatively small and were managed by their proprietors, there was a little need for the development of complex accounting procedures. When the scale of operations increased and the capital was invested in the joint stock companies by shareholders who took no part in the management of such companies, it became necessary for the managers to present the accounts to the shareholders at regular intervals by means of annual accounts. However, the managers of unsuccessful companies had an obvious vested interest in hiding the lack of success of their companies from the shareholders. This led to the fraudulent accounting and the resultant scandals, and government therefore they made a provision for the accounts of companies to be reported by the person other than the directors. In this way, auditing was developed.
അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഉണ്ടായത്, നമുക്ക് ഒരുപാട് കമ്പനീസുകളുടെ എവല്യൂഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ കമ്പനീസിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണം തന്നെ പക്ഷെ ഒരുപാട് ഫ്രോഡായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജ്മെൻറ്റ് മാത്രം അടങ്ങുന്ന, അല്ലെങ്കിൽ മാനേജറും ഡയറക്ടേഴ്സും മാത്രം അടങ്ങുന്ന ഒരു കാര്യം മാത്രമായിട്ട് ഒതുങ്ങി. അപ്പോൾ ആ സമയത്ത് എന്താണ്, അവിടെ വേറൊരു തേർഡ് പേഴ്സൺ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡൂ ദ ഫ്രോഡ്സ്, ഈസ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്തായി, അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമാണ്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേസിൽ വരുന്നൊരു കാര്യമാണ് എന്താണ്, ഒരു തേർഡ് പാർട്ടി വന്നിട്ട് ഓഡിറ്റിങ് നടത്തണം. മനസ്സിലായോ? അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഓഡിറ്റിങ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ചെയ്യാത്തവർ കമ്പനീസ്, അപ്പം നമ്മൾ ഒരുപാട് ഇപ്പം ന്യൂസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഒരുപാട് കമ്പനീസിൻ്റെ ഓഡിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇഷ്യൂസുകളുടെ കേസസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ ഇപ്പോൾ ഒരാൾ റിട്ടയർമെൻ്റ് ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ റിട്ടയർമെൻ്റ് ആവുകയാണെങ്കിൽ ഓഡിറ്റ് കമ്പൽസറി ആയിരിക്കും അവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ, ഓരോന്നിനും എത്ര ഫണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു, ഡെയിലി വേജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര സ്പെൻഡ് ചെയ്തു, അങ്ങനെ ഓരോ കേസുകളും അത് വെറുതെ അങ്ങ് എഴുതി വെച്ചാൽ പോരാ, വിത്ത് പ്രൂഫോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഡെയിലി വേജ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരു ദിവസം എടുക്കുന്ന പോർഷൻസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സാലറി ബില്ല് അയക്കുക അല്ലേ. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും വിത്ത് പ്രൂഫോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഓഡിറ്റിംഗ് എന്നുള്ളൊരു ഇതിൻ്റെ എക്സ്പാൻഷൻ, ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് റൈസ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ തേർഡ് പേഴ്സണെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ എല്ലാ ആക്ടിവിറ്റീസുകളും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുകളും കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇവർ സബ്മിറ്റ് ചെയ്ത പ്രൂഫുകളൊക്കെ വ്യക്തമായിട്ടാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ. So the continuous increase, government therefore made provision for the accounts of the companies to be reported by person other than the directors. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഗവൺമെൻറ് നിങ്ങൾ ഡയറക്ടേഴ്സിന് എന്താണ്, നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നു, അത് ഓക്കെ എന്ന് പറയാം. പക്ഷെ ഡയറക്ടേഴ്സിന് കൂടാതെ തന്നെ വേറൊരാൾക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സുകൾ സബ്മിറ്റ് ചെയ്യുകയും അത് വെരിഫൈ ചെയ്യുകയും വേണം. ഇൻ ദിസ് വേ ഓഡിറ്റിംഗ് വാസ് ഡെവലപ്ഡ്. ദ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ ദിസ് size of enterprises and the greater complexity of their accounting procedures have made increasing the demands on the skill of auditors. Hence, it is required to the accounts shall only be audited by qualified accountants who are members of recognized professional bodies. Okay. ഈ ഓഡിറ്റിംഗ് എന്ന് അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത് റെക്കഗ്നൈസ്ഡ് ബോഡിയിലത്തെ ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, the word audit is derived from the Latin word auditor, which means to hear. Okay. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിട്ടുള്ള ഓഡിയർ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്. ഇത് വേർഡാണ്, ലാറ്റിൻ വേർഡാണ് അത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അതൊക്കെ ചെറുപ്പോൾ വൺ വേർഡിന് റൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഡിയർ വിച്ച് മീൻസ് ടു ഹിയർ. ഓക്കെ.
ഇതിൽ ശ്രദ്ധിക്കുക, the word audit is derived from the Latin word order, which means to hear. The origin of audit can be traced back in the olden times, but auditing as its existing forms was established only in the middle of 19th century. നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പണ്ട് മുതൽക്ക് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത് ഡെവലപ്പായി വന്നത് 19th സെഞ്ച്വറി ഓൺവേർഡ്സ് ആണ് ഇത് ഡെവലപ്പായിട്ട് വരുന്നത്. ക്ലിയർ? ഇനി in the olden times, the method of accounting was so crude and the number of transactions was so small that every individual was in a position to check all the transactions recorded by himself or by his employees. Whenever the owner of the business suspected frauds or misappropriations of funds, he appointed an official to check the accounts. Such a person who meet the concerned employees and hear whatever they had to say in connection with the accounts, and this person appointed to examine the accounts came into known as auditor. ഓർഡർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്, ടു ഹിയർ എന്നാണ് മനസ്സിലായി അല്ലേ. അപ്പോൾ ചുമ്മാ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വരുമോ? ഇല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇപ്പം ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡ്സുകൾ നടക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ മറ്റൊരു ഇപ്പോൾ രണ്ട് കക്ഷികളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു കക്ഷിയുടെ ഭാഗം കേൾക്കുക എന്നുള്ളതാണ് ഈ ഓഡിറ്റർ മെയിനായിട്ട് ചെയ്യുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത്, അവർ അല്ലെങ്കിൽ ഈ ഒരു ഫ്രോഡ് ചെയ്യാനുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, അപ്പം ഐ തിങ്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ മെയിനായിട്ട് നമ്മൾ ജനറലായിട്ട് ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വന്നത്, എപ്പോഴാണ് ഡെവലപ്പായത്, 19th സെഞ്ച്വറി ഓൺവേർഡ്സ് ആണ്. പണ്ട് മുതൽക്കേ ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തേർഡ് പേഴ്സണെ വെച്ചിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യണം അക്കൗണ്ട്സുകളൊക്കെ. എന്താണ്, നമ്മുടെ ഡയറക്ടർ കൂടാതെ അല്ലേ ഒരു കമ്പനിയുടെ. അപ്പോൾ അവർക്കുള്ള അല്ലെങ്കിൽ തേർഡ് പേഴ്സണ് വരുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവിടുത്തെ അക്കൗണ്ടൻസിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്തത്, ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. ഇപ്പം എന്താണ് ഓഡിറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മീനിങ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, മീനിങ് ഓഫ് ഓഡിറ്റിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. The word audit is derived from the Latin word audo, which means to hear. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ്. ബിക്കോസ് ഒരു 1 മാർക്കാണ് അതിനകത്ത് വീഴുന്നത്. ഇൻ ഓൾഡൻ ടൈംസ്, വെനെവർ ദ ഓണർ ഓഫ് ദ ബിസിനസ് സസ്പെക്റ്റഡ് ഫ്രോഡ്, ദേ അപ്പോയിൻറ്റഡ് സർട്ടൈൻ പേഴ്സൺസ് ടു ചെക്ക് ദ അക്കൗണ്ട്സ്. ഓക്കെ, ഇപ്പം പണ്ട് പഴയ കാലങ്ങളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്സുകൾ നടക്കുകയാണെങ്കിൽ നമ്മളൊരു തേർഡ് പേഴ്സണെ വെക്കും. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സച്ച് പേഴ്സൺ സെൻഡ് ഫോർ ദ അക്കൗണ്ടൻറ്റ് ആൻഡ് ഹിയർഡ് വാട്ട് ദേ ഹാഡ് ടു സേ ഇൻ കണക്ഷൻ വിത്ത് ദ അക്കൗണ്ട്സ്. അപ്പം എന്ത് ചെയ്യും, നോർമലി നമ്മൾ ഓൾഡൻ ഡേയ്സ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത്രേ ചെയ്യുന്നുള്ളൂ. അവർക്ക് എന്താണ് പറയാനുള്ളത് കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങനൊരു നെയിമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇങ്ങനൊരു പേഴ്സണെ നമ്മൾ വെക്കുന്നതിൻ്റെ റീസൺ ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു പോസ്റ്റ് അങ്ങനെയൊന്നുമില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു,
ഈ പേഴ്സണിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുന്നു, അത്രയും നമ്മൾ പഴയ കാലത്ത് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, സച്ച് എ പേഴ്സൺ സെൻഡ് ഫോർ ദ അക്കൗണ്ടൻറ്റ് ആൻഡ് സച്ച് എ പേഴ്സൺ സെൻഡ് ഫോർ ദ അക്കൗണ്ടൻറ്റ് ആൻഡ് ഹിയേർഡ് വാട്ട് ദേ ഹാഡ് ടു സേ ഇൻ കണക്ഷൻ വിത്ത് ദ അക്കൗണ്ട്സ്. ജസ്റ്റ് അപ്പം നമ്മൾ ആ ഒരു ടേമിൽ ടു ഹിയർ എന്നുള്ളൊരു ടേം കേട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി ഓഡിറ്ററും ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ദ ഡിക്ഷണറി മീനിങ് ഓഫ് ഓഡിറ്റ് ഒഫീഷ്യൽ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ ഡിക്ഷണറിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഒഫീഷ്യലി എക്സാമിനേഷൻ ഓഫ് ദ അക്കൗണ്ട്സ്. നമ്മുടെ കമ്പനിയിലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അക്കൗണ്ട്സുകൾ ചെക്ക് ചെയ്യുക, എക്സാമിൻ ചെയ്യുക എന്നുള്ള ഒരു പണിയാണ് നമ്മുടെ ചെയ്യുന്നത്. ആര് ഓഡിറ്റർ. ഒബ്വിയസ്ലി ദ പേഴ്സൺ ഹു എക്സാമിൻ ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി എ പേഴ്സൺ ഹു നോ. ഓക്കെ, ശ്രദ്ധിച്ചോ? ഇവിടെ ഹു എക്സാമിൻ ദ അക്കൗണ്ട്സ് മസ്റ്റ് ബി എ പേഴ്സൺ ഹു നോ വാട്ട് ടു എക്സാമിൻ, ഹൗ ടു എക്സാമിൻ ആൻഡ് ടു whom his examination reported and observation are to be submitted. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ആക്ച്വലി ഈ ഒരു പുതിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഇറ്റ്സ് വെരി ഈസി. ഒരു ഇതിനകത്ത് 4-5 നമ്മൾ പ്ലാനിങ്ങിൽ പറയുന്ന സമയത്ത് വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു, ഹും ടു ഡു, അങ്ങനെ പഠിച്ചിട്ടില്ലേ നമ്മൾ? വാട്ട്, വെൻ, ഹൗ, ഹും, ലൈക്ക് അതേപോലെ തന്നെ the word audit is derived from the Latin word order, which means to hear. In olden times, whenever the owner of a business suspected fraud, they appointed certain person to check the accounts, and such a person sent for the accountant and to hear what they had to say in connection with the accounts. The dictionary meaning of audit is official examination of accounts. Obviously, the person who examines the accounts must be a person who know what to examine, how to examine, and to whom his examination reported and observation are to be submitted. In brief, it can be said that auditing is the process by which competent independent individual collect and evaluate evidence to form an opinion and communicate their opinion to the person interested through their audit report. From the above, it is clear that auditing process involves 3 components. എന്തൊക്കെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓഡിറ്റർ, ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. എന്താണ്? ഫ്രം ദ അബോവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഓഡിറ്റിംഗ് പ്രോസസ് ഇൻവോൾവ് 3 കോമ്പണൻസ്. ഓഡിറ്റിങ്ങിൽ മെയിനായിട്ട് എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത്? 3 കോമ്പണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓഡിറ്റർ, ടെക്നിക് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഓഡിറ്റ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓഡിറ്റർ, ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഓഡിറ്റ്. ഓക്കെ. Montgomery, a leading American accountant, defines auditing as a systematic examination of the books and records of a business or other organizations in order to check or verify and report upon result therefore. The ICAI has defined auditing in its auditing and assurance standard AAS4, the independent examination of financial information of any entity, whether profit oriented or not, and irrespective of its
size or legal form when such an examination conducted with a view express and their opinion thereof. From the above definition, it is seen that an auditor has not only see the arithmetical accuracy of books of accounts, but also has to go further and find out whether the transaction entered in the books of original entry are corrected or not. വെറുതെ അരിത്തമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യുക മാത്രമല്ല അവർ ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു പെർഫോം ദിസ് ഫങ്ഷൻ ബൈ ഇൻസ്പെക്ടിങ്, comparing, checking, reviewing, scrutinizing the vouchers supporting the transaction in the books of accounts and examining the correspondence are the books of shareholders and directors meeting, memorandum of association, for articles of association. Okay. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ അക്യുറേറ്റ് ചെയ്യുക മാത്രമല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഓഡ് വിച്ച് മീൻസ് ടു ഹിയർ. ഇത്രയാണ് മീനിങ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ള വരുന്നത്. മെയിനായിട്ട് 3 കോമ്പണൻസ് ആണ് മീനിങ് ഓഫ് ഓഡിറ്റിങ്ങിൽ വരുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഓഡിറ്റർ, ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ക്ലിയർ?